ഈ ദിവസങ്ങളൊക്കെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൂതുകളാണ്. ആത്മീയ പക്വതയിലേക്കും ആത്മീയ തികവിലേക്കും ദൈവം തന്റെ ജനത്തെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നു. അനേക ആഴ്ചകളായി പാസ്റ്ററിൽ നിന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു ദൂതാണ് സ്പിരിച്വൽ ഇൻഫന്റ്ഹുഡിൽ നിന്ന് ഫ്രം സ്പിരിച്വൽ ബേബ്സ് ടു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് ഉള്ളൊരു യാത്രയിലേക്ക് ദൈവം തന്റെ ജനത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവസഭയിൽ മാത്രമല്ല, ആഗോള സഭയിൽ ദൈവം പെർഫെക്ഷനിലേക്ക് തന്റെ മക്കളെ പെർഫെക്ഷൻ, ഒരു ആത്മീയ തികവിലേക്ക്, പരിപൂർണതയിലേക്ക് ഈ ദിവസങ്ങളിൽ സ്വന്തം ഈ മെസ്സേജുകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ നാം എവിടെയാണ് ഈ ആത്മീയ പക്വതയുടെ ഈ ജേർണിയിൽ യാത്രയിലായിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ, ഒരു ആത്മീയ പക്വതയിലേക്കും തികവിലേക്കും വരുവാൻ നമ്മളെ തന്നെ ഒരുക്കണം. ഇന്നത്തെ മെസ്സേജിന്റെ തലക്കെട്ട് ദ സൈൻസ് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി. ഒരു ആത്മീയ പക്വതയെ പ്രാപിച്ച ഒരു വ്യക്തിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാൽ യേശുവിനെ പോലെ ഇരിക്കും. അത് കൂടുതലൊന്ന് വിവരിക്കുവാൻ പോകുകയാണ്. ഒത്തിരി അടയാളങ്ങൾ ഉണ്ടെങ്കിലും 8 അടയാളങ്ങൾ, അറ്റ്ലീസ്റ്റ് 8 സൈൻസ് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി. നമ്മൾ എങ്ങനെ അറിയുന്നത് നാം ആ പക്വതയിലേക്ക് എത്തിയോ ഇല്ലയോ എന്ന്? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് ഒന്ന് ആരംഭിക്കാം. ദൈവത്തിന്റെ ഗോൾ എന്താണ് ദൈവം നമ്മളിൽ പ്രവർത്തിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്? ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഗാഡ് ഇൻ അവർ ലൈഫ്. ഒരു വിശ്വാസിയുടെ, ഒരു ദൈവ മകളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ദൈവത്തിന്റെ ഡെസ്റ്റിനി എന്താണ്? നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആ ഡെസ്റ്റിനി എന്താണ്? എന്തിലേക്കാണ് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് വളരെ വ്യക്തമായി അതിനെ സ്തോത്രം. അവൻ മുൻ അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ മുൻ അറിഞ്ഞവരെ ദൈവം വിളിച്ചു. പിന്നെ നമ്മിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി നടക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്താണ് പ്രവർത്തിക്കുന്നത്? ദൈവസഭയിൽ ദൈവദാസന്മാരെ, 5 തരം ശുശ്രൂഷകന്മാരെ, ഇടയന്മാരെ ഒക്കെ ദൈവം എഴുന്നേൽപ്പിച്ച് ഈ ദൈവവചനം കയ്യിൽ കൊടുത്തിരിക്കുന്ന എന്തിനാണ്? നമ്മെ എല്ലാവരെയും തന്റെ പുത്രനായ യേശുവിനോട് അനുരൂപപ്പെടുത്തുന്ന, into that being conformed into the image of his son. Hallelujah. What is the ultimate goal? Hallelujah. വ്യത്യസ്തമായ കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. പക്ഷെ എന്താണ് ദൈവത്തിന്റെ ഗോൾ? ദൈവത്തിന്റെ ലക്ഷ്യം എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മിൽ എന്ത് ചെയ്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്? Hallelujah. തന്റെ പുത്രനെ പോലെ നമ്മെ ആക്കിയെടുക്കുവാൻ, to bring us into Christ likeness. നമ്മെ യേശുവിനെ പോലെ നാം ആയിത്തീരുന്ന, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ സ്വപ്നത്തിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ, നമ്മുടെ പെർസ്പെക്റ്റീവിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ ജീവിത രീതിയിൽ, നമ്മുടെ ബിഹേവിയറിൽ, into that same image. Hallelujah. എന്നെ എന്റെ കണ്ണാടിയിൽ നോക്കിയാൽ ആരെ കാണുന്നത്? എന്നെ കാണാം. സ്തോത്രം. Hallelujah. ദൈവവചനം എന്ന കണ്ണാടിയിൽ നാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു വലിയ ദൈവിക രൂപാന്തരം നമ്മളിൽ സംഭവിക്കുകയാണ്. എത്രമാത്രം നാം ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ, ദൈവസഭയിൽ നാം വരുമോ, ദൈവം വെച്ചിരിക്കുന്ന ആ പ്രക്രിയയിലൂടെ, സ്തോത്രം. Hallelujah. ഇത്രയധികം സ്തോത്രം. നമ്മ യേശുവിനെ പോലെ amplified. For those whom he foreknew, of whom he was aware and loved beforehand, he also destined from the beginning, ordaining them to be molded into the image of his son. അതേ രൂപത്തിലേക്ക്, അതേ ഭാവത്തിലേക്ക്. Hallelujah. വേറെ എന്ത് നടന്നില്ലെങ്കിലും ഇത് നടക്കണം, ഇത് നമ്മളിൽ സംഭവിക്കണം. Hallelujah. നമ്മൾ ആത്മീയ ശിശുക്കളായിരിക്കുന്ന 4 സ്റ്റേജുകളെ കുറിച്ച് നാം ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു, നാം പഠിക്കുവാൻ ഇടയായിത്തീർന്നു. ആത്മീയ ശിശുത്വത്തിൽ നിന്ന്, ആ ശൈശവ അവസ്ഥയിൽ നിന്ന്, ഒരു നീപ്പിയോസ് ആയിരിക്കുന്ന, ബേബി ഇൻഫന്റ് ആയിരിക്കുന്ന ആ സ്ഥലത്തിൽ നിന്ന് ഒരു ബാലനായി, സ്പിരിച്വൽ ചൈൽഡായി, ഒരു പൈഡിയോണായി, പിന്നെ ഒരു യൗവനക്കാരനായി, ടെക്നോണിന്റെ ആ അവസ്ഥയിലൂടെ കടന്ന്, പിന്നെ ഒരു ഹ്യൂയോസ്, ഒരു പക്വത പ്രാപിച്ച ഒരു പുത്രനെ പോലെ, പുത്രിയെ പോലെ. Hallelujah. 4 stages of spiritual growth. യൗവനക്കാരെല്ലാവരും, കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണമേ. Spiritual growth and spiritual maturity is not a matter of time. സമയമാകുമ്പോൾ നമ്മൾ ശാരീരികമായി വളർച്ച പ്രാപിക്കുന്ന പോലെ ആത്മീയമായി നാം വളർച്ച പ്രാപിക്കുകയില്ല. Hallelujah. Spiritual growth and maturity does not happen accidentally and automatically. യാദൃശ്ചികമായി, യാന്ത്രികമായി നമ്മൾ ആത്മീയമായി ആ പക്വതയിലേക്ക്, നീപ്പിയോസിൽ നിന്ന് നാം ഹ്യൂയോയ്സ് ആയി മാറുകയില്ല. ഒരു ശൈശവ പ്രായത്തിൽ നിന്ന് നാം ഒരു തികവ് പ്രാപിച്ചിരിക്കുന്ന ഒരു പുത്രനെ പോലെ. It doesn't happen accidentally or automatically. We must be intentional and deliberate and we must take steps towards growth. അതുകൊണ്ട് തന്നെ സ്തോത്രം, വളരെ തീരുമാനത്തോടെ എനിക്ക് ആത്മീയമായി വളരണം, ആ ഹ്യൂയോസ് പുത്രനെ പോലെ എനിക്ക് ആയിത്തീരണം, യേശുവിനെ പോലെ ആയിത്തീരണം, എന്റെ കാഴ്ചപ്പാടിൽ, സ്വഭാവത്തിൽ, എന്റെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അങ്ങനെ ആയിത്തീരണമെന്ന ഒരു വലിയ ആഗ്രഹവും വാഞ്ചയുമാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ ഇട്ട് തരുന്നത്. So spiritual growth doesn't happen accidentally with the passing of time. സമയം കഴിയുമ്പോൾ നമ്മൾ അങ്ങ് വളരും, ശാരീരികമായി അങ്ങനെ വളരും, പക്ഷെ ആത്മീയമായി. അതുകൊണ്ടാണ് 20-30 വർഷങ്ങൾ കഴിഞ്ഞിട്ട് കർത്താവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടവരാണ്, വീണ്ടും ജനിച്ചവരാണ്, പക്ഷേ ഇപ്പോഴും
പലരും ശൈശവ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ബാല അവസ്ഥയിലായിരിക്കുന്ന അവസ്ഥകൾ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സ്വന്തം പഠിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ വചന ഉപദേശങ്ങൾ, പഠനങ്ങളെല്ലാം വീണ്ടും നമ്മളെ ഒന്ന് ശക്തീകരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം. പത്രോസ് അപ്പോസ്തലൻ ചിതറിപ്പാർത്ത ആ സഭാമക്കൾക്ക് എഴുതുന്ന ഒരു ഭാഗമാണ്. തന്റെ ഹൃദയത്തിലും നിങ്ങൾ വളരണം. ദൈവം എത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. 1 പത്രോസ് 1-ാം അധ്യായം 23-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചു. You have been born again, not of corruptible seed, but of incorruptible, by the word of God which liveth and abideth forever. പത്രോസ് അപ്പോസ്തലൻ പറയുക, മക്കളെ, നമ്മളിൽ ഒരു വലിയ വണ്ടർ നടന്നു, ഒരു വലിയ അത്ഭുതം നടന്നു. നമ്മൾ ആത്മീയമായി മരിച്ചവരായിരുന്നു, പക്ഷെ നമ്മൾ ആത്മീയമായി വീണ്ടും ജനിച്ചു. We are born again. ഇവിടെ ഇരിക്കുന്ന മാനസാന്തരപ്പെട്ട് യേശുവിനെ വിശ്വസിച്ചവരെല്ലാം കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ, ദൈവത്തിന്റെ നിത്യ വചനത്താൽ എന്താ സംഭവിച്ചത്? വിശ്വസിച്ച് നമ്മളിൽ ഒരു വീണ്ടും ജനനം. കെടുന്ന ബീജത്താലല്ല. മനുഷ്യന്റെ ബീജം കെടുന്നതാണ്, ഈ ലോകത്തിലുള്ളത് കെടുന്നതാണ്. പക്ഷെ കെടാത്ത ബീജത്താൽ, ദൈവത്തിന്റെ വചനമാകുന്ന ആ ബീജത്താൽ എന്ത് ചെയ്തു? നാം വീണ്ടും ജനിച്ചു. അത് എന്നെന്നും നിലനിൽക്കും. അടുത്ത വാക്യം. സകല ജഡവും പുല്ലുപോലെയും, സകല ജഡവും പുല്ലുപോലെയും, അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും, പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനം കെടാത്ത വചനത്താൽ, കെടാത്ത ബീജത്താലാണ് ഈ വലിയ ദൈവ പ്രവൃത്തി, ഒരു വലിയ അത്ഭുത പ്രവൃത്തി നമ്മളിൽ നടന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വചനമാണ് പൗലോസ് പറയുന്നത്, by the word of the Lord endureth forever, and this is the word which by the gospel is preached unto you. ഈ സുവിശേഷമാണ്, കെടാത്ത ബീജത്തിന്റെ പവറാണ് പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും പറഞ്ഞ് ഒരു അത്ഭുതം നടന്നു. പിന്നെ 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ അത്ഭുതം നടന്നു, ഒരു വിത്ത് നമ്മളിൽ വീണു, നമ്മൾ വീണ്ടും ജനിച്ചു. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ആത്മീയ പക്വതയോടും വളർച്ചയോടുള്ള ബന്ധത്തിൽ പത്രോസ് അപ്പോസ്തലന്റെ ഉപദേശങ്ങളാണ് നമ്മളത് വായിക്കുന്നത്. ആകയാൽ സകല ദുഷ്ടതയും, നോക്കിയേ, നിങ്ങൾ ആത്മീയമായി വീണ്ടും ജനിച്ചു, ശിശുക്കളായി വന്നു, പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, നോക്കിയേ, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വാഞ്ചിക്കും. എല്ലാവരും പറയണേ, വാഞ്ചിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ആത്മീയമായി നാം വളരണമെങ്കിൽ, ഈ ശൈശവ പ്രായത്തിൽ നിന്നൊക്കെ വളരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഴയ മനുഷ്യന്റെ, ജഡമനുഷ്യന്റെ, ഈ ലോകത്തിലുള്ള പാപ സ്വഭാവത്തിന്റെ ആ ജഡികമായ അവസ്ഥകൾ എന്ത് ചെയ്യണം? അതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അതിനെല്ലാം വിട്ടുകളയണം, തിരിച്ചു കളയണം. എന്ത് ചെയ്യണം? ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വളർച്ചയെ തടയുന്ന പല കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കട്ട് ചെയ്ത് കളയണം, നീക്കി കളയണം. സകല ദുഷ്ടതയും, സകല പിണക്കവും, ജഡികമായിട്ടുള്ള സകല കാര്യത്തെയും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വളരാതെ മുരടിച്ചു പോകും. അങ്ങനെ അങ്ങ് ഇരുന്നു വർഷങ്ങൾ കഴിഞ്ഞാലും ആത്മീയമായി വളരുവാൻ കഴിയാതെ ടാക്നൻ്റായി പോകുന്ന ഒരവസ്ഥ, സ്പിരിച്വലി ഇമ്മച്ചുവറായി ആകുന്ന ഒരവസ്ഥ. പക്ഷെ ദൈവത്തിന്റെ മായമില്ലാത്ത വചനം എന്ന പാല് നാം കുടിച്ചാൽ, അതിനുവേണ്ടി വാഞ്ചിച്ചാൽ, സ്വന്തം ദൈവവചനം നാം ഭക്ഷിച്ചാൽ, കഴിച്ചാൽ നാം ആത്മീയമായി വളരും. 2 പത്രോസ് 3-ാം അധ്യായം 18-ാം വാക്യം. അത് 2 ലേഖനങ്ങളാണ് പത്രോസ് അപ്പോസ്തലൻ എഴുതുന്നത്. തന്റെ 2-ാമത്തെ ലേഖനത്തിന്റെ അവസാനത്തെ വാക്കിലും ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച്, അത് കഴിഞ്ഞ് അവസാനത്തെ വാക്കിൽ പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞു നിർത്തുക. വീണ്ടും മക്കളെ, ഇതെല്ലാം പറഞ്ഞതും എഴുതിയതും അതെ പീഡനമാണ്. ഈ ലേഖനം എഴുതുമ്പോൾ വലിയ പീഡനമാണ്. കുടുംബമായിട്ടൊക്കെ പിടിച്ച് നീറോ ചക്രവർത്തിയുടെ അതിക്രൂരമായ പീഡനത്തിന്റെ മധ്യത്തിൽ വിശ്വാസികളെ കൊല്ലുകയാണ്. വലിയ കൊളോസിയം സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന് കാട്ടുമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയാണ്. അവരെ കത്തിച്ചു കളയുകയാണ്. അതിന്റെ ഇടയ്ക്ക് വിശ്വാസ ത്യാഗം സംഭവിക്കുന്നു. വലിയ വേദനയിലും വിഷമഘട്ടത്തിലൂടെയാണ് വന്ന് അവരുടെ പ്രോപ്പർട്ടി എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു, അവരെ പുറത്താക്കുന്നു, അവരുടെ സാധനമെല്ലാം, അവരുടെ വീടും എല്ലാം തട്ടിയെടുക്കുന്നു. ആ ലേഖനം വായിക്കുമ്പോൾ പറയുകയാണ്, പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്വന്തം ഈ ഭൂമിയിലുള്ള അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് സ്വർഗത്തിൽ അവർക്ക് നല്ല ഭവനങ്ങളുണ്ടായിരുന്നു. യേശുവിനെ വിശ്വസിച്ചു, രക്ഷയിൽ വന്നു അല്ലേ? ഇന്നിപ്പോൾ നമ്മുടെ സുവിശേഷം എങ്ങനെയാണ്? കർത്താവ് നിങ്ങൾക്ക് കാർ തരും, കർത്താവ് നിങ്ങൾക്ക് വീട് തരും, കർത്താവ് നിങ്ങൾക്ക് ഉയർച്ച തരും. അതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗങ്ങളാണ്. പക്ഷെ പീഡനത്തിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ കാറും വീടും ജീവിതത്തിന്റെ എല്ലാം എടുത്തു മാറ്റിയാലും അതിന്റെ മധ്യത്തിൽ സ്വയോ വീട് പോയേ, കാറ് പോയേ, ജോലി പോയേ, ആത്മീയ പക്വതയിലേക്ക് വരാത്ത വ്യക്തി എന്ത് ചെയ്യും? പോയി.
വിഷമത്തിലായി, നിരാശയിലായി, ആശയക്കുഴപ്പത്തിലായി. പ്രൈസ് ഗോഡ്. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ മറന്നുപോകരുത്, ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സ്വർഗത്തിൽ എന്തുണ്ട്? സ്വർഗത്തിൽ നമുക്കൊരു വലിയ ഓഹരിയുണ്ട്. To an inheritance that is incorruptible, that is undefiled, that fadeth not away, which is reserved in heaven for you. അപ്പോൾ അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുക? ദൈവമക്കളെ ശക്തിപ്പെടുത്തുക, ബലപ്പെടുത്തുക. മക്കളെ, ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ നിരാശപ്പെടരുത്. ഇവിടെ എന്തൊക്കെ നഷ്ടമായാലും പതറിപ്പോകരുത്. നിങ്ങളുടെ വിശ്വാസം തീയുടെ ശോധനയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കരുത്തന്മാരായി നിൽക്കണം. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് സ്വർഗത്തിൽ നല്ലൊരു നിക്ഷേപമുണ്ട്. നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ജീവിക്കണം. നിങ്ങളെ കൊന്നുകളഞ്ഞാലും, നിങ്ങളെ ജയിലിൽ പിടിച്ചിട്ടാലും, നിങ്ങളുടെ സകലതും നഷ്ടപ്പെടുത്തി കളഞ്ഞാലും അയ്യോ എന്ന് പറഞ്ഞിരിക്കരുത്. കർത്താവിന് വേണ്ടി നിങ്ങൾ രക്തസാക്ഷി. ക്രൂശിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒളിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ഗുജറാത്തിലും രാജസ്ഥാനിലും ഇവിടെയൊക്കെ നമ്മൾ നേരിടുന്ന സാഹചര്യം പോലുള്ള വളരെ കഠിനമായി റഷ്യയിലും ചൈനയിലും ഒക്കെ അറിയാമല്ലോ, ക്ലോസ് ടു കമ്മ്യൂണിസ്റ്റ് കൺട്രീസിലൊക്കെ സംഭവിക്കുന്നത് പോലുള്ള സാഹചര്യങ്ങളാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പേടിച്ചും ഭയപ്പെട്ടും സ്വർഗത്തിന് വേണ്ടി അങ്ങ് കാത്തിരിക്കുക മാത്രമല്ല, നിങ്ങൾ ആത്മീയമായി എന്ത് ചെയ്യണം? വളരണം എന്ന് പറയാം. ആത്മീയമായി വളരണം. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. നമ്മളോടൊന്ന് പറയാം, വളരുവീൻ. അജിത്തെ ഒന്ന് വളരണം. നിങ്ങളോടൊന്ന് വളരണം. നിങ്ങളായിരിക്കുന്ന ആ മേഖലകളിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് വളരാം. എവിടെ വരെ വളരാം? ക്രിസ്തുവിന്റെ ആ തികവോളം വളരാം. ആ തികഞ്ഞ പുരുഷത്വത്തിലേക്ക്. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് പറയുക, into that perfection, into that fullness, into that full stature of Christ. അവിടെ വരെ വളരാം. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഗ്രോ എന്ന് പറയാൻ, ഗ്രോസ്, വളരുവീൻ. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. പത്രോസ് അപ്പോസ്തലന്റെ വാക്ക്. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. കൃപയിലും ആ കർത്താവിന്റെ പരിജ്ഞാനത്തിൽ വളരും. എല്ലാവരും കൈകൾ ആക്കി വളരുവീൻ. ഹല്ലേലൂയ. ഇത് വളർച്ചയുടെ സമയങ്ങളാണ്. ഈ വളർച്ച യാദൃശ്ചികമായി നടക്കുകയില്ല, യാന്ത്രികമായി നടക്കുകയില്ല. ദൈവം നമ്മളെ വളർത്തുന്നു എങ്കിലും വളരുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെയാണ്. To spiritually grow is our responsibility and we have to be intentional and deliberate about it. Hallelujah. അതോടെ കുപ്പിപ്പാല് മാത്രം കുടിച്ച് വളരുന്ന ആ അവസ്ഥകളിൽ നിന്ന് അടുത്ത ലെവലിലേക്കൊക്കെ നമ്മുടെ ആൾക്കാർ വളരണം എന്നുള്ളൊരു ബോധ്യത്തോടെയാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ശുശ്രൂഷമാരെല്ലാം കരങ്ങളിൽ ഉയർത്തിയേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വളരണം എന്ന് പറഞ്ഞ് വളരണം. നമ്മുടെ കൂടെ ഉള്ളവർ വളരണം. ഹല്ലേലൂയ, ആമേൻ. ഒരു ആത്മീയ പക്വത പ്രാപിച്ച വ്യക്തിയുടെ 8 അടയാളങ്ങളാണ്, ലക്ഷണങ്ങളാണ്, മാനദണ്ഡങ്ങളാണ്, സ്വഭാവങ്ങളാണ്, ക്വാളിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയും. 8 മാർക്സ്, സയൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, യാർഡ് സ്റ്റിക്സ്, മെഷറിംഗ് ഗേജസ്. ആത്മീയ പക്വത പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they have a sense of responsibility, a sense of priority and understanding of divine purpose and call of God. ആത്മീയ ശിശുക്കൾക്ക് ഇങ്ങനെയില്ല. ആത്മീയ പക്വതയിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവ വിശേഷത എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഉത്തരവാദിത്ത ബോധമാണ്. അവർക്ക് ബോധ്യമാണ് എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചും ദൈവത്തിന്റെ പർപ്പസിനെ കുറിച്ചും, അവരുടെ ജീവിതത്തിൽ ഏതിനാണ് ആദ്യ സ്ഥാനം കൊടുക്കേണ്ടത്, മുൻഗണനകൾ കൊടുക്കേണ്ടത്, എന്താണ് ഒരു പ്രയോറിറ്റി ആയിരിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം. So that's the first sign, was first hallmark of a person, a sense of responsibility, priority and understanding of divine purpose and the call of God. Hallelujah, amen. 12ാമത്തെ വയസ്സിൽ, യേശു 12 വയസ്സായതേ ഉള്ളൂ. 12ാമത്തെ വയസ്സിൽ എന്താ സംഭവിച്ചത്? യേശുവിന്റെ മാതാപിതാവും യോസഫും മറിയയും യെരുശലേമിൽ പോയി സ്തോത്രം നേർച്ച കാഴ്ചകളൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് അവിടെ തിരിച്ചു പോയപ്പോഴത്തേക്ക് യേശു അവിടെ തന്നെ നിൽക്കുകയാണ്. 12 വയസ്സായപ്പോൾ താൻ ദൈവവചനത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ശാസ്ത്രിമാരോടും അവിടെ ഉണ്ടായിരിക്കുന്ന പുരോഹിതന്മാരോടൊക്കെ സംസാരിക്കുകയാണ്. തനിക്ക് തന്റെ ജീവിതത്തെക്കുറിച്ച്, തന്റെ ഭാവിയെക്കുറിച്ച്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം 12ാമത്തെ വയസ്സിൽ ഉളവായി. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 48-ഉം 49-ഉം വാക്യം പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്, മകനെ എന്താണ് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? യേശു കുഞ്ഞെ, എന്തിനാണ് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നിന്റെ അപ്പനും ഞാനും ഞങ്ങൾ വ്യസനിച്ചു പോയല്ലോ, നിന്നെ തിരിഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? യേശു 12ാമത്തെ വയസ്സിൽ പറയാം, അമ്മേ, എന്തിനാണ് എന്നെ തിരഞ്ഞത്? എന്റെ പിതാവിനുള്ളതിൽ
ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. Don't you know that I must be in my father's? അമ്മയ്ക്ക് അറിയത്തില്ലയോ എന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ? കുറെ അമ്മയും പറഞ്ഞല്ലേ ഞാനത് പഠിച്ചത്, ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി മനസ്സിലാക്കിയെങ്കിലും ഒത്തിരി എന്നെക്കുറിച്ച് എങ്ങനെയാണ് ഞാൻ ജനിച്ചത്, എന്താണ് ദൈവത്തിന്റെ പ്ലാൻ എന്നൊക്കെ 12 വയസ്സായപ്പോഴത്തേക്ക് തനിക്ക് തന്റെ ജീവിതത്തിന്റെ കോളിനെ പറ്റി, തന്റെ ഉദ്ദേശത്തെ പറ്റി, എന്തിനാണ് ദൈവം യേശുവിനെ വിളിച്ചു എന്നുള്ള ആ ഉദ്ദേശത്താൽ താൻ പിടിക്കപ്പെടുകയാണ്. Hallelujah. Don't you know, mommy, that I must be at my father's business? എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്റെ പിതാവിന്റെ ദൗത്യത്തെ നിവർത്തിച്ചെടുക്കുവാൻ എന്നെ ഒരു ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും. അതെ, ആത്മീയ പക്വത പ്രാപിച്ച വ്യക്തികളുടെ സംസാരം, കാഴ്ചപ്പാട്, അവരുടെ ചിന്ത, അവരുടെ സ്തോത്രം, അവർ പിടിക്കപ്പെടുന്ന അങ്ങനൊരു റെസ്പോൺസിബിലിറ്റി. It's a divine sense of responsibility for the call of God and for the purpose of God. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യം, 34-35 നമുക്കറിയാം. യേശു ശിഷ്യന്മാരുടെ കൂടെ സമാരിയയിൽ പോവുകയാണ്. സമാരിയ പട്ടണത്തിൽ യഹൂദന്മാർ പോകുകയില്ല, അത് ശപിക്കപ്പെട്ട പട്ടണമാണ്. പക്ഷെ യേശു എന്ത് ചെയ്തു? പിതാവിന്റെ ദൗത്യത്തെ നിവർത്തിക്കുവാൻ പോകണ്ടാത്തടത്തും യേശു പോകുകയാണ്. ഒരു വ്യക്തിയോട്, സ്ത്രീകളോട് സാധാരണ ആരും സംസാരിക്കുകയില്ല. പക്ഷേ യഹൂദനായ യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുകയാണ്. തന്റെ ഡെസ്റ്റിനിയിലേക്ക്, തന്നെ എന്ത് ചെയ്യുക, താനായിരിക്കുന്ന തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ പൊക്കിയെടുക്കുക, തന്റെ ഉള്ളിലും ഒരു ദർശനം കൊടുക്കുകയാണ്. ആദ്യം പ്രവാചകനായി മനസ്സിലാക്കി, പിന്നെ മെഷിയായി ആ പട്ടത്തെ നേടുന്ന ഒരു സ്ത്രീയായി താൻ മാറുകയാണ്. ഹല്ലേലൂയ. അതിന്റെ മധ്യത്തിൽ ശിഷ്യന്മാര് വരുമ്പോൾ യേശു അവരോട് പറയുകയാണ്, 34-ാമത്തെ വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. എന്റെ ആഹാരം. നോക്കി, യേശു പിടിക്കപ്പെട്ടത് ഏറ്റവും പക്വത പ്രാപിച്ച പുത്രൻ എന്താണ്? നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന മാതൃക എന്താണ്? Who is the first born mature son? Jesus. Amen. എന്റെ ആഹാരം ദൈവത്തിന്റെ ഇഷ്ടം. പക്വത പ്രാപിച്ച ഒരു വ്യക്തിയുടെ അന്വേഷണം, ആഗ്രഹം, ആ കാഴ്ചപ്പാട്, ആ ഫീലിംഗ്, ആ പെർസ്പെക്റ്റീവ്. My food is to do the will of God. ബാക്കിയുള്ളതെല്ലാം ഉണ്ട്, എല്ലാ സൈഡാ. നമ്മുടെ ജോലിയും, നമ്മുടെ വീടും, നമ്മുടെ കുടുംബവും, മക്കളും എല്ലാം ഉണ്ട്. എല്ലാത്തിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ, ദൈവത്തിന്റെ അസൈൻമെന്റുകളെ, ദൈവത്തിന്റെ പ്ലാനുകളെ, ദൈവത്തിന്റെ പദ്ധതികളെ, ദൈവം എന്നെ കുറിച്ച്, നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതിനെ നിവർത്തിക്കുവാനുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു എരിവും വാഞ്ചയും. Hallelujah. My meat is to do the will of him that sent me and to finish his work. Yes. ഇനി 4 മാസം കഴിയുന്നില്ലയോ? നമുക്കറിയാം 4 മാസം നീ ഉണ്ടല്ലോ. ശിഷ്യന്മാർ എന്ത് ചെയ്യുക? അവരും ശൈശവ പ്രായത്തിൽ നിന്ന്, ശുശ്രൂഷകളിൽ നിന്ന്, അങ്ങനെ ചിന്തിക്കുന്ന ആ തലത്തിൽ നിന്ന് 4 മാസം ഉണ്ടെന്ന് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കൊയ്ത്ത് വരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ തല പൊക്കി നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും. യേശുവിന്റെ കാഴ്ചപ്പാട്, പക്വത പ്രാപിച്ച ആദ്യത്തെ പുത്രന്റെ ആ കാഴ്ചപ്പാട് എന്തിനാലാണ് പിടിക്കപ്പെട്ടത്? പക്വത പ്രാപിച്ച പുത്രന്റെ ആദ്യത്തെ പ്രത്യേകതയായിരുന്നു, യേശുവിന്റെ ആദ്യത്തെ പ്രത്യേകതയായിരുന്നു, he lived with a divine sense of responsibility, purpose and call of God. Hallelujah. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട്, തന്നെ അനുഗമിക്കുന്ന പുരുഷാരത്തോടും പറഞ്ഞു, ആദ്യം എന്ത് ചെയ്യണം? Seek ye first the kingdom of God. ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം തരും. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ഏറ്റവും വലിയ കൽപ്പന എന്താണ്? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, ശാസ്ത്രിമാർ യേശുവിനോട് ചോദിച്ചു, 10 കൽപ്പനകൾ മോശ തന്നല്ലോ, പിന്നെ ഒത്തിരി 400ഓളം കൽപ്പനകൾ നമുക്ക് തന്നല്ലോ, അതിൽ ഏറ്റവും വലിയ കൽപ്പന എന്താണ്? ഒട്ടും സംശയിക്കാതെ കർത്താവ് പറയുകയാണ്, ആദ്യത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും, എല്ലാരും കൈയൊക്കെ ഒന്ന് നെഞ്ചത്തോടെന്ന് വെച്ച് പറഞ്ഞേ, പൂർണ്ണ ഹൃദയം, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും, പൂർണ്ണ ആത്മാവോടും, പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതിന്റെ അടുത്ത്, ഇതാകുന്നു വലുതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. രണ്ടാമത്തെ കൽപ്പന ഉണ്ടെങ്കിൽ അതിനോട് സമം, ആദ്യത്തോട് സമം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ, സ്തോത്രം, ശിഷ്യന്മാരെ വിളിച്ച് അവരെ ഏൽപ്പിക്കുന്ന മഹാനിയോഗം എന്താണ്? നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഹല്ലേലൂയ. അപ്പോൾ പക്വത പ്രാപിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? അവർ ദൈവത്തിന്റെ ഏറ്റവും വലുതും മഹത്വമേറിയിരിക്കുന്ന കൽപ്പന, the first and the great commandment, പൂർണ്ണ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും അവർ. They will be committed to a life to fulfill the great commandment and the great commission. മത്തായി 28-8 ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല ജനത്തോടും സകല ജാതികളോടും സുവിശേഷം. They have a sense of supreme priority. ഏതിനാണ് ആദ്യ സ്ഥാനം കൊടുക്കേണ്ടത്, ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, ഏതാണ് മാറ്റിവെക്കുവാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള നന്നായിട്ടുണ്ടായിരിക്കുന്ന ഒരു ബോധ്യം, ഒരു ഡിസേൺമെന്റ് എന്ന് പറയും. ഒരു ആത്മീയ പക്വതയുടെ ലക്ഷണമാണ് that they are able to put first things first.
ആദ്യം അവന്റെ രാജ്യവും അവന്റെ നീതിയും. ദൈവത്തെ പൂർണ്ണ ഹൃദയം കൊണ്ട് നീ എങ്ങനെ സ്നേഹിക്കണം? അതിൽ തന്നെ വലിയ സ്തോത്രം പ്രസംഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കാലങ്ങളിലൊക്കെ ഒത്തിരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് കോടീകരിക്കുകയാണ്. ഒരു പക്വത പ്രാപിച്ച ഒരു വ്യക്തി എങ്ങനെ ഇരിക്കും? അവർ ദൈവത്തെ പൂർണ്ണ ഹൃദയം കൊണ്ടും പൂർണ്ണ ശക്തി കൊണ്ടും അവർ ദൈവത്തെ സ്നേഹിക്കും. വലുതും ആദ്യത്തെ ആ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കും. അവർ ദൈവത്തിന്റെ മഹാനിയോഗത്തെ സകല ആത്മഭാരത്താൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഹൃദയം അവർക്കുണ്ടായിരിക്കും. അവരാദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായിരിക്കും. രണ്ടാമത്തെ അടയാളം, the second sign, it's a life devoted to holiness and purity. ഒരു ആത്മീയ പക്വത പ്രാപിച്ച ഒരു വ്യക്തി ആണെങ്കിൽ, അല്ലെങ്കിൽ ആ പക്വതയിലേക്ക് ആ വ്യക്തി എന്താ? അവർക്ക് മനുഷ്യരുടെ റിപ്പോർട്ട് രണ്ടാമതാണ്. അവർക്ക് ദൈവത്തിന്റെ റിപ്പോർട്ടും ദൈവത്തിന്റെ അപ്രൂവലാണ് ആദ്യം. അവർ വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ഹൃദയത്തിൽ വിശുദ്ധി കൊണ്ടു നടക്കുന്ന, ഹൃദയത്തിൽ ശുദ്ധി കൊണ്ടു നടക്കുന്നവരായിരിക്കും. ആര് കണ്ടാലും ആര് കണ്ടില്ലേലും, ആര് നോക്കിയാലും നോക്കിയില്ലേലും, ആര് മാനിച്ചാലും മാനിച്ചില്ലേലും അവിടെ ഉള്ളിലുള്ള ഒരു ദൈവഭയം, വിശുദ്ധിക്ക് വേണ്ടി, ആ പ്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു വ്യഗ്രതയാണ് അവിടെ ഉള്ളിൽ. 1 പത്രോസ് 1 അധ്യായം അതിന്റെ 13 14 വാക്യങ്ങൾ വായിക്കും. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച്, നമുക്കറിയാം അതിന്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചു. പീഡനമാണ്, പ്രശ്നമാണ്, വിഷയമാണ്, വിശ്വാസ ത്യാഗം സംഭവിക്കുകയാണ്. അതിന് മധ്യത്തിലും പത്രോസ് അപ്പോസ്തലന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഈ കാര്യങ്ങൾ. യെസ്, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച്, നിങ്ങൾ മനസ്സുറപ്പിച്ച് നിങ്ങൾ നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം, നിങ്ങളെ വിളിച്ച ദൈവം വിശുദ്ധനാണ് എന്ന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി, നിങ്ങൾ അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. നിങ്ങളുടെ എല്ലാ നടപ്പിലും വിശുദ്ധി നമ്മുടെ ചിന്തയിൽ മാത്രമല്ല, നമ്മുടെ നടപ്പിൽ. ഞാൻ വിശുദ്ധനാണ് വിശുദ്ധനാണ് വിശുദ്ധനാണെന്ന് പറയുകയും നമ്മുടെ നടപ്പ് അശുദ്ധി ഉള്ളതാണെങ്കിൽ എവിടെ നമ്മൾ മിസ് ചെയ്തു. അതെ, നമ്മൾ വിശുദ്ധന്മാരാണ്. വിശുദ്ധിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കർത്താവിന്റെ രക്തത്താൽ ദൈവം നമ്മളെ വിശുദ്ധരാക്കി. പരിശുദ്ധാത്മാ വിശുദ്ധിയുടെ ഖാദോഷ്, റൂഹ ഖദോഷ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുകയാണ്. ഹല്ലേലൂയ, നീതിയിലേക്ക് നയിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ഉള്ളിലുള്ള വിശുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ അഖരകളെല്ലാം ഉയർത്തി പറയാം. ഹല്ലേലൂയ, നമ്മളെ വിളിച്ചവൻ ഹല്ലേലൂയ വിശുദ്ധനായതുകൊണ്ട് നമ്മുടെ എല്ലാ നടപ്പിലും ബി ഹോളി എന്ന് പറയാം. ബി ഹോളി, ബി ഹോളി. പക്വത പ്രാപിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ് അവരുടെ ഡീലിങ്സിൽ, സ്വഭാവത്തില്, ഇടപെടലുകളിൽ എല്ലാം അവര് വിശുദ്ധി പ്രാപിക്കും. ഹല്ലേലൂയ. മത്തായി 5:8 വിശുദ്ധി കൂടാതെ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയില്ല. അപ്പോൾ ദൈവത്തെ ആ റലമൊക്കെ നമുക്ക് കയറണമെങ്കിൽ, സ്വന്തം ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഹയർ റലത്തിലേക്ക്, സ്പിരിച്വൽ റലത്തിലേക്കൊക്കെ കയറണമെങ്കിൽ, ദൈവ മഹത്വത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം. പ്രാക്ടിക്കൽ ഹോളിനെസ്സിലും പ്രാക്ടിക്കൽ റൈറ്റ്യസ്നെസ്സിലും നമ്മൾ ഭയങ്കര, അവിടെയാണ് ദൈവത്തിന് നമ്മളെ കാര്യങ്ങളെ ഏൽപ്പിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ശുശ്രൂഷന്മാർക്ക് ഭയങ്കര താക്കീത്. ആർക്കും പ്രസംഗിക്കാം, ആർക്കും പ്രാർത്ഥിക്കാം, ആർക്കും ആരാധിക്കാം, ആർക്കും പ്രവചിക്കാം. പക്ഷേ അടുത്ത ലെവലിലേക്കൊക്കെ പോകുമ്പോൾ സ്വത്രം ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം തന്നെ എന്ത് ചെയ്യും? നിങ്ങളെ കൊല്ലും. അതുകൊണ്ട് ഭയഭക്തിയോട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തെയും ദൈവത്തിന്റെ കൃപകളെയും കൃപാവനങ്ങളെയും നമ്മൾ ഹാൻഡിൽ ചെയ്തെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിന് എന്ത് ദൈവം തന്നോ അത് തന്നെ നമുക്ക് കെണിയായി തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ ആ ഉയർന്ന ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക്. അതുകൊണ്ടാണ് ശുശ്രൂഷമാര് നമ്മൾ കേൾക്കുന്നതിലെ വളരെ ശക്തമായ ദൈവം ഉപയോഗിച്ച ശുശ്രൂഷമാർ ഒന്നൊന്നായി പട്ടുപോകാൻ കാരണം they are under high targets. And only a life devoted to holiness and purity will help us. അവസാനം വരെ നമ്മൾ വീണു പോകാതെ, പട്ടുപോകാതെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഫലപ്രദമായി തീരണമെങ്കിൽ it has to be a life devoted to holiness and purity. Hallelujah. 1 തെസ്സലോനിക്കർ 4:3-5 പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭാമക്കളെ പറഞ്ഞ് പ്രബോധിപ്പിക്കുന്ന കാര്യമാണ്. യെസ്, 1 തെസ്സലോനിക്ക ലേഖനം 1 Thessalonians chapter 4:3-5. ദൈവത്തിന്റെ ഇഷ്ടമോ for this is the will of God, even your sanctification, that you should abstain from fornication. Yes, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്, നിങ്ങൾ ദുർനടപ്പ് പറഞ്ഞാൽ അവിടെ ഫോർണിക്കേഷൻ ഇംഗ്ലീഷിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വ്യഭിചാരം, പരസംഗം, ലൈംഗികമായിട്ടുള്ള പാപങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ വിട്ടു നിൽക്കണം. For this is the will of God, even your sanctification, that you should abstain from fornication. Yes. ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ നോക്കിയേ, പൗലോസ് അപ്പോസ്തലന്മാരുടെ വാക്കുകളുടെ ഘനം ഒന്ന് നോക്കിയേ. അത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ മാനിക്കും, നമ്മുടെ ബന്ധനം മാറും. അത് നാണയത്തിന്റെ ഒരു വശമാകുമ്പോൾ മറുവശത്തിൽ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. That every one of you should know how to possess your vessel in sanctification and honor. ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരമാകുന്ന പാത്രം അത് കാമനത്തിനും വ്യഭിചാരത്തിനും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ആ അനുഭവം, സൊദോം ഗൊമോറയുടെ ഒരു കാലഘട്ടം വരുമെന്നൊക്കെ
മുന്നറിയിപ്പ് ഇതുപോലെ അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. പക്ഷെ അതിന്റെ മധ്യത്തിലും ആത്മീയ പക്വതയുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം എന്താണ്? അവർ അശുദ്ധിയിൽ നിന്നും ഇതുപോലുള്ള എല്ലാ അശുദ്ധിയിൽ നിന്നും മാറി അവർ വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ, ശുദ്ധിയുള്ള ജീവിതം ജീവിക്കുവാൻ, അവരെ തെറ്റിക്കുവാൻ സാധ്യതയുള്ള എല്ലാ കാര്യത്തിൽ നിന്ന് അവര് മാറി. എന്നെ വിളിച്ച ദൈവം വിശുദ്ധനായതുകൊണ്ട് അങ്ങനെ വിശുദ്ധരായിട്ട് നമ്മുടെ എല്ലാ നടപ്പിലും ചിന്തയിലും സംസാരത്തിലും ഒക്കെ എത്ര പേര് അങ്ങനെ ഈ മാനദണ്ഡങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളെ ഒന്ന് അളക്കുവാൻ, നമ്മളെ ഒന്ന് വിലയിരുത്തുവാൻ, നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആരും തികഞ്ഞില്ല, ആരും എത്തിയിട്ടില്ല എത്തേണ്ടടുത്ത്, അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് സ്വീകരിക്കാം. ഈ വചനം നമ്മളെ ഒന്ന് കഴുകട്ടെ, നമ്മെ ഒന്ന് ശുദ്ധീകരിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ഒരു എരിവ് തരട്ടെ, നമുക്ക് ആത്മീയമായി വളരണമെന്ന് ഒരു പ്രചോദനം നൽകട്ടെ. ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ എന്ന് നമുക്ക് നമ്മോടൊന്ന് പറയുവാൻ, നമ്മളെ കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആകുവാൻ അവിടെയാക്കട്ടെ. ഹല്ലേലൂയ. മൂന്നാമത്തെ ലക്ഷണം എന്താണ്? അനുസരണം. A life of implicit and immediate obedience. അനുസരണം യാഗത്തെക്കാൾ വലുത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അനുസരണം. ദൈവ വചനത്തോടും ദൈവത്തോടും ദൈവകൽപ്പനകളോടും ദൈവഇഷ്ടത്തോടും ഉള്ള അനുസരണമാണ്. That's the acid test of spiritual maturity. പല ടെസ്റ്റുകളുണ്ട്, അതിനകത്ത് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായം 7-9 വരെയുള്ള വാക്യങ്ങൾ, 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കർത്താവിനെ കുറിച്ച് അനുസരണത്തിൽ തികഞ്ഞ പുത്രനാരാണ്? യേശുവാണ്. ആദ്യ പുത്രനാരാണ്? യേശുവാണ്. ആ മാതൃകയിലേക്കാണ് നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കട്ട് ചെയ്ത് റെഡിയാക്കി നമ്മൾ അവിടെ കൊണ്ടെത്തിക്കുന്നത്. ആമേൻ. അത് നമ്മുടെ കഴിവിലും ബലത്തിലല്ല, നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള കെടാത്ത ബീജം, ആ സ്വഭാവം, ആ ഹൃദയം, ആ ആത്മാവ് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്, ആ DNA നൽകിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനോടൊന്ന് കോപ്പറേറ്റ് ചെയ്ത് ആത്മാവിന്റെ ശബ്ദം ഒന്ന് കേട്ട് ദൈവത്തിനൊന്ന് അനുസരിച്ച് ദൈവത്തിന്റെ കൃപയിൽ ഒന്ന് ആശ്രയിച്ച് നമ്മളൊന്ന് വളരണം, നമ്മളൊന്ന് മുമ്പോട്ട് പോകണം. യെസ്, യേശുവിനെ കുറിച്ച് പറയുന്നു. ക്രിസ്തു തന്റെ ഐഹിക കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ യേശുവിനെ കുറിച്ച് പറയുകയാണ്. യേശു തികഞ്ഞവനായി പാവമില്ലാത്തവനാണ് ജനിച്ചത്. പാവമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കാം അനുസരിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നല്ലോ. അല്ല, യേശുവും തന്റെ ഐഹിക കാലത്ത് താൻ ജീവിച്ച ആ 30-33 വയസ്സ് തനിക്കും ടെസ്റ്റുകൾ, തന്റെ ജീവിതത്തിൽ ഒത്തിരി സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവിടെ എല്ലാം പാപത്തെ വിട്ട് എന്റെ ഹിതമല്ല ദൈവമേ അങ്ങയുടെ ഹിതം, നോട്ട് മൈ വിൽ, എന്റെ ഹിതമല്ല, എന്റെ ഇഷ്ടമല്ല, ഞാൻ ആഗ്രഹിക്കുന്നതല്ല, നോട്ട് മൈ വിൽ, നോട്ട് മൈ ഡിസയർ, നോട്ട് മൈ പ്ലാൻ, ബട്ട് യുവർ വിൽ. With strong crying and tears, ഉള്ള നിലവിളിയോണ്ടും കരച്ചിലോണ്ടും കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, താൻ ജീവിക്കുകയാണ്. അടുത്ത വാക്യം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. നമ്മുടെ മേൽ ദൈവം നമ്മൾ ജനിച്ചു വീഴുമ്പോൾ മാതാപിതാക്കളെ വെക്കും. അനുസരിക്കാൻ എളുപ്പമാണോ? അല്ല, പാടാ. അവിടെ നമ്മൾ സ്വയം മരിക്കണം. നമ്മുടെ അപ്പൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ അമ്മ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അത് ചെയ്യരുതേ എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അനുസരണം എന്ത് ചെയ്തില്ല? പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ചെറിയ പ്രായം തൊട്ട് അനുസരണത്തിൽ നമ്മൾ വളരുവാൻ ദൈവം എന്ത് ചെയ്യും? നമ്മളെ ദൈവം കുടുംബത്തിലാക്കും, മാതാപിതാക്കളുടെ സംരക്ഷണത്തിലാക്കും, ദൈവസഭയിലാക്കും. ഹല്ലേലൂയ. ഇടയന്മാരെ തരും, ശുശ്രൂഷമാരെ തരും. 30 വർഷം യേശു എന്ത് ചെയ്തു? അനുസരണത്തിൽ തികഞ്ഞു. ഹല്ലേലൂയ. എന്റെ ഇഷ്ടമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം. 30 വയസ്സ് വരെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രമല്ല, നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അധികാര സ്ഥാനത്തിൽ ദൈവം വെച്ചിരിക്കുന്ന, അത് അപ്പനായിരിക്കട്ടെ, അമ്മയായിക്കട്ടെ, ശുശ്രൂഷന്മാരായിക്കട്ടെ, സെൽ ഗ്രൂപ്പ് ലീഡർ ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ദൈവം ഹല്ലേലൂയ യേശു അനുസരണം പഠിച്ചു. എങ്ങനെയാ? കഷ്ടങ്ങളാൽ. തന്റെ ഇഷ്ടത്തെ മാറ്റിവെച്ച്, തന്റെ ആഗ്രഹത്തെ മാറ്റിവെച്ച്, തന്റെ തീരുമാനങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ആത്മീയ പക്വത പ്രാപിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താ? ആത്മീയ പക്വത പ്രാപിക്കാത്ത ഒരു ഇമ്മച്ചുവർ ആയിരിക്കുന്നത്. A spiritually immature person is driven, controlled and governed by their feelings and by their senses, by their emotions, by their ungodly desires and appetites. ഒരു ആത്മീയ പക്വത പ്രാപിക്കാത്ത ഒരു വ്യക്തി, a spiritually immature person is driven എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചു, പുതിയ സൃഷ്ടിയാണ്, പക്ഷേ ശിശുവാണ് എന്ന് പറഞ്ഞാൽ തന്റെ വികാരങ്ങളാണ്, തന്റെ ഫീലിങ്സ് ആണ് തന്നെ ഭരിക്കുന്നത്. തന്റെ തീരുമാനങ്ങൾ, തന്റെ ഫീലിങ്സ്. പെട്ടെന്ന് ദേഷ്യം വന്നു, അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. പെട്ടെന്ന് ഇഷ്ടക്കേട് വന്നു, അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. എനിക്കിഷ്ടമല്ല, ഞാൻ ചെയ്തില്ല, എനിക്ക് വേണ്ട, പറ്റത്തില്ല. That's a spiritually immature person. Hallelujah. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അനിഷ്ടങ്ങൾ, നമ്മുടെ അപ്പറ്റൈറ്റുകൾ, no. That's a spiritually immature person. പക്ഷേ ആത്മീയ പക്വത പ്രാപിച്ച ഒരു വ്യക്തി എന്താണ്? He is governed and guided by the Holy Spirit through the word of God. ദൈവത്തിന്റെ വചനം. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു?
വിവാഹത്തിൽ അങ്ങോട്ട് ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു വിഷയം പ്രശ്നമൊക്കെ വന്നു, അത് പരിഹരിക്കണം. വചനം എന്ത് പറയുന്നു? എന്റെ ഫീലിംഗ് എന്ത് പറയുന്നു? സാഹചര്യം എന്താണ്? എന്റെ ഇമോഷൻ എന്താണ്? അല്ല, ഒരു പക്വത പ്രാപിച്ച ഒരു വ്യക്തി വചനം എന്ത് പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിന്റെ എന്ന സാഹചര്യത്തിൽ ആര് എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും ഒരു ആത്മീയ പക്വത പ്രാപിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താ? വചനം എന്ത് പറയുന്നു? What does the word say? What does the scripture say? രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശയായി, വഴക്കായി, പ്രശ്നമായി, അവർ മിണ്ടത്തുമില്ല, മുഖം തെരഞ്ഞിരിക്കുക. അതിനെ പരിഹരിക്കണം. അങ്ങനെയാണോ നാം ജീവിക്കുന്നത്? വചനം എന്ത് പറയുന്നു? ശരിയോ തെറ്റോ ഒക്കെ രണ്ടാമത്, വചനം എന്ത് പറയുന്നു? നമ്മുടെ വികാരങ്ങൾ അത് രണ്ടാമത്, വചനം എന്ത് പറയുന്നു? ആമേൻ, ആമേൻ. അതുകൊണ്ട് നമ്മുടെ ഈ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? നമ്മുടെ മേൽ ദൈവം അധികാരങ്ങളെ വെക്കും, ആത്മീയ അധികാരങ്ങളെ. നമ്മുടെ ഭവനത്തിൽ മക്കൾക്ക് മാതാപിതാക്കൾ, ഹല്ലേലൂയ. ആത്മീയ ശിശുവാണെങ്കിൽ എന്ത് ചെയ്യും? ആ വാക്കിന്റെ സ്തോത്രം, പറഞ്ഞത് ശരിയായില്ല, പറഞ്ഞത് അതിൽ കുടുങ്ങിപ്പോവും. ആത്മീയ പക്വത പ്രാപിച്ചൊരു വ്യക്തിയുടെ ലക്ഷണം, ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യാഗമായി തീരുവാൻ താൻ ആ തികവിലൂടെ പോയി. ആദ്യത്തെ പുത്രൻ പെർഫെക്ഷനിലൂടെ പോയി. He was perfected. ആ പെർഫെക്ഷൻ അനുസരണത്തിലൂടെയാണ്. ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല. ആത്മീയ പക്വത പ്രാപിച്ചൊരു വ്യക്തിയുടെ പ്രത്യേകത എന്റെ ഇഷ്ടമല്ല. പാസ്റ്റർ പറയാ, മക്കളെ ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യരുത്. എത്ര പെട്ടെന്നാ നാം പഠിപ്പിക്കപ്പെടുവാൻ റെഡിയാകുന്നത്, വിധേയപ്പെടുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ, പഠിപ്പിക്കപ്പെടുവാൻ, അനുസരിക്കുവാൻ. That's an acid test of our spiritual maturity. Hallelujah. പുത്രനെങ്കിലും താൻ കഷ്ടം അനുഭവിച്ചതിലൂടെ താൻ അനുസരണം പഠിച്ചു. Hallelujah. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. വിശ്വാസികളുടെ പിതാവായ എബ്രഹാം, നമുക്കറിയാം ദൈവം എബ്രഹാമിനെ ദൈവത്തിന്റെ എന്റെ ഫ്രണ്ട്, മൈ ഫ്രണ്ട് അല്ലേ, സ്നേഹിതൻ എബ്രഹാമിനോട് സംസാരിക്കും, എബ്രഹാമിനോട് വലിയ വാഗ്ദത്തങ്ങൾ. പക്ഷേ നമ്മുടെ ദൈവം നമ്മളെ പരിശോധിക്കുന്ന ദൈവമാണ്, ടെസ്റ്റുകൾ ഇടുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 2-ാമത്തെ വാക്യം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകനായ ഇസ്ഹാക്കിനെ മോറിയയിൽ യാഗം കഴിക്കുവാൻ. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ്, ഒബീഡിയൻസ് ഈസ് എ ടെസ്റ്റ്. പലപ്പോഴും ദൈവം നമ്മെ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ നമ്മളിങ്ങനെ ചാടി ഭയങ്കര അന്യഭാഷയൊക്കെ പറയുന്നതാണെങ്കിലും ദൈവം എന്ത് ചെയ്യും? അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് നമ്മുടെ മുമ്പിൽ ടെസ്റ്റ് വരും. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാനത് കണ്ടു. വീണ്ടും 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 അടുത്ത ഒരു ഉയർച്ചയുടെ അടുത്ത ഒരു മേഖലയിലേക്ക്, ഒരു ലെവലിലേക്ക് ദൈവം കയറ്റി വിടുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പേ അവരുടെ ഹൃദയത്തിന്റെ നിലവാരം അറിയുവാൻ പാസ്റ്റേഴ്സ് ആഗ്രഹിക്കും. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ദൈവം ഒരു ടെസ്റ്റ് ഇടുന്ന പോലെ ഒരു ടെസ്റ്റ് അവരുടെ മുമ്പിൽ വരും. അത് ടെസ്റ്റ് ആണെന്നൊന്നും നമുക്കും അറിയില്ല, അവർക്കും അറിയില്ല. പക്ഷെ എന്താ, എത്രയോ വ്യക്തികൾ ആ ടെസ്റ്റിന്റെ മുമ്പിൽ, ആ ടെസ്റ്റ് അവർ പാസ്സായിരുന്നെങ്കിൽ അടുത്ത ഡിമെൻഷനിലേക്ക് അവർ കയറിയിരുന്നു, അടുത്ത തലത്തിലേക്ക് കയറിയിരുന്നു. പക്ഷേ ആ ടെസ്റ്റിൽ they failed miserably because they did not learn. അവര് അനുസരണത്തിന്റെ പാഠം പഠിക്കാത്തതുകൊണ്ട്, ഇമ്മീഡിയറ്റ് ഇംപ്ലിസിറ്റ് ഒബീഡിയൻസിൽ അവർ പരിശീലിപ്പിക്കപ്പെടാത്തതുകൊണ്ട്, അവരുടെ ഇഷ്ടത്തെ ഹിതത്തെയും മാറ്റിവെച്ച് സന്തോഷത്തോടെ ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരിങ്ങനെ ചുറ്റും 40 വർഷം വാഗ്ദത്ത നാട്ടിലേക്ക് ദൈവത്തിൽ പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും സ്തോത്രം, അവരുടെ ഹൃദയ കാഠിന്യവും അനുസരണക്കേടും അവരുടെ അവിശ്വാസം കാരണം they were going round and round. ഇന്ന് പകൽക്കാലം ദൈവം ആരോടൊക്കെയോ സംസാരിക്കുക. മക്കളെ, കൊച്ചു മക്കളെ, ഹല്ലേലൂയ, പെട്ടെന്ന് അനുസരിക്കുക. ഇമ്മീഡിയറ്റ്, ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാതെ പെട്ടെന്ന് അനുസരിക്കുന്ന ഒരു ഹൃദയം. കൾട്ടിവേറ്റ് ഒബീഡിയൻസ്. ശുശ്രൂഷമാരെ, കൾട്ടിവേറ്റ് ഒബീഡിയൻസ് as the pathway to God's blessings. Hallelujah. 4-ാമത്തെ അടയാളം, നാം ദൈവത്തെ പൂർണ്ണ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, നമ്മുടെ അയൽക്കാരനെയും നമ്മെ പോലെ തന്നെ സ്നേഹിക്കണം. നമുക്ക് എത്ര പക്വത, എത്ര ആത്മീയനാണെങ്കിലും ആത്മീയത ടെസ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധത്തിലൂടെ, റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. ഞാൻ എത്രമാത്രം വളർന്നു, എത്ര ആത്മീയ പക്വത ഞാൻ അനുഭവിച്ചു എന്ന് അറിയുന്നത്, അതിന്റെ ടെസ്റ്റ് ആകുന്നത്, ഹല്ലേലൂയ, പ്രാക്ടിക്കലായി ടെസ്റ്റ് ആകുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് അറിയാവുന്ന പോലെ എന്താണ് ആ വചനം പറയുന്നത്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ഭാഗ്യം, അനുഗ്രഹിക്കപ്പെട്ടവർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പുത്രന്റെ ഒരു പ്രത്യേകത എന്താണ്? അവർ വഴക്കുണ്ടാക്കുന്നവരല്ല, കലഹമുണ്ടാക്കുന്നവരല്ല, പ്രശ്നമുണ്ടാക്കി വേർതിരിക്കുന്നവരല്ല, ചെതറിപ്പിക്കുന്നവരല്ല, അവർ സമാധാനമുണ്ടാക്കുന്നവരാണ്. ഹല്ലേലൂയ. Blessed are the peacemakers, for they shall be called the children. വഴക്ക് പറഞ്ഞു, വഴക്കുണ്ടായി, പിണങ്ങി, വേർപിരിയാതെ, വിഡ്രോ ചെയ്യാതെ, പെട്ടെന്ന് ക്ഷമിക്കുവാൻ, പെട്ടെന്ന് വിട്ടുകൊടുക്കുവാൻ, പെട്ടെന്ന് അതിനെ നിരപ്പാക്കുവാൻ, അത് ഭയങ്കര വിഷയമായി ഗ്രൂപ്പിസത്തിലേക്ക് വരാതെ, അത് അവിടുത്തെ അന്തരീക്ഷത്തെ, ഭവനത്തിലാണെങ്കിൽ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ മലിനമാക്കി. ഹല്ലേലൂയ. They walk by a higher law.
അതെ, തെറ്റ് ചെയ്തു, ഒരു തെറ്റ് സംഭവിച്ചു, ആരെങ്കിലും ചതിച്ചു, ആരെങ്കിലും ഒരു ദുർവർത്തമാനം പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളോട് പെരുമാറി, അല്ലേ? പക്ഷെ അതിന്റെ മധ്യത്തിൽ അവർ നമ്മളോട് തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അവരോട് തെറ്റ്, ഏത് നിലവാരമാണെങ്കിലും ആത്മീയ പക്വതയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? സമാധാനം, നിരപ്പും, അവിടെ സ്നേഹവും സന്തോഷം അത് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം. You are pursuing peace. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-4 വാക്യത്തിൽ പറയുന്ന പോലെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണോ? അതോ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മളെ ബാലൻസ് തെറ്റിക്കും, അല്ലേ? പിന്നെ നമുക്ക് ആൾക്കാരെ സ്നേഹിക്കുവാൻ കഴിയാത്ത ഒരു പ്ലേസിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ആക്കും. 1 യോഹന്നാൻ 2-4 വാക്യം. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും, യോഹന്നാൻ അപ്പോസ്തലൻ പറയാ, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പറയാ, അവസാനത്തെ ലേഖനങ്ങളാണ്, ബൈബിളിലുള്ള അവസാനത്തെ ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ? കള്ളന്മാരാണ്. പിന്നെ സത്യം അവനിലില്ല. സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നുവെങ്കിൽ, ആ വചനം അനുസരിച്ചാൽ ദൈവസ്നേഹത്തിന്റെ പെർഫെക്ഷനിലേക്ക്, if anyone obeys the commandments of God, then the love is perfected എന്ന് പറയും 9 വാക്യം. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ദൈവസഭയിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അത്രയും ആത്മീയ പക്വതയിലേക്കൊന്നും വളർന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമായി. പിന്നെന്താ? മാറിയിരിക്കുക, പകയാണ്, അല്ലെങ്കിൽ സ്നേഹമില്ല. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, he that saith he is in the light and hateth his brother, he is in darkness even until now. മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കാം. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. അടുത്ത വാക്യം. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. ഓക്കേ, ഹല്ലേലൂയ. ആത്മീയ പക്വത ഒരു തീരുമാനമാണ്, നമ്മുടെ ഒരു തീരുമാനമാണ്. ജീവിതത്തിന്റെ അനേക സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിനെ നമ്മൾ ഒരു ടെസ്റ്റായി കാണുക. പക്വതയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പകയ്ക്കും, പിണങ്ങും, മാറിയിരിക്കും. ആൾക്കാരോടുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കൂടെപ്പുറപ്പുകളായിരിക്കാം, നമ്മുടെ സഹോദരന്മാരായിരിക്കാം, ദേവസഭയിൽ അല്ലെങ്കിൽ മറ്റു സഭകളിൽ, അല്ലെങ്കിൽ വേറെ ആൾക്കാരോടുള്ള ബന്ധത്തിലായിരിക്കാം. അവിടെ എല്ലാം ആത്മീയ പക്വതയുടെ ലക്ഷണം എന്താണ്? സഹോദരനെ പകയ്ക്കുന്നവൻ അവൻ അന്ധകാരത്തിലാണ്, അവനിൽ ദൈവത്തിന്റെ സ്നേഹം തികവായിട്ടില്ല. 4:20 വാക്യം. യെസ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും, ഞാൻ ദൈവത്തെ, നമ്മൾ വീണ്ടും കേൾക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ, നോക്കിയേ, ഇത് രണ്ടും കൂടെ ചേരുന്നില്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, അവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. തന്റെ അടുത്തുള്ള സഹോദരനെ സ്നേഹിക്കുവാൻ, പകയ്ക്കുവാനല്ല, സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, ഹൃദയപ്രകാരം പോട്ടെ, സാരമില്ല, ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. സ്നേഹിക്കുവാൻ, പെട്ടെന്ന് ക്ഷമിക്കുവാൻ, പെട്ടെന്ന് നിരപ്പ് പ്രാപിക്കുവാൻ, പെട്ടെന്ന് അവിടെ ഒരു സമാധാനം കൊണ്ടുവരുവാൻ. ശത്രുതയിലും they walk by the law of love. അവരെ ഒന്നിനും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ലെവലിലേക്ക് they walk by the golden law and by the royal law. അവിടെ നടക്കുന്നത് സ്വർണ്ണ നിയമം, the golden rule. മത്തായിയുടെ സുവിശേഷം 12 വാക്യം. the golden rule കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ച സ്വർണ്ണ നിയമം, the golden rule. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. This is the golden rule. സ്വർണ്ണത്തിൽ എഴുതിയിരിക്കുന്ന സ്വർണ്ണത്തിന്റെ സ്വർണ്ണ നിയമമാണ് the golden rule. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. Therefore all things whatsoever ye would want men to do for you, do you even to them, for this is the law and the prophets. ആത്മീയ പക്വതയുടെ ലക്ഷണമാണ്. എല്ലാരും ഇങ്ങോട്ട് ചിരിക്കട്ടെ, എല്ലാരും ഇങ്ങോട്ട് ക്ഷമ ചോദിക്കട്ടെ, എല്ലാരും ഇങ്ങോട്ട് നിരപ്പ് പ്രാപിക്കട്ടെ, എല്ലാരും ഇങ്ങോട്ട് കീഴ്പ്പെടട്ടെ. ഓ ഹല്ലേലൂയ. അല്ല they walk by the golden rule. hallelujah. എന്താണ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ അവർക്ക് ചെയ്യുന്ന ആ നിലവാരത്തിലേക്ക് വളരുകയാണ്. I must grow. ഞാൻ ആഗ്രഹിക്കുക, എന്നെ ആരും വിധിക്കരുത്, അല്ലേ? എന്നെ ആരും എന്ത് ചെയ്യരുത്,
എത്ര പേര് ഇഷ്ടപ്പെടുന്നു നിങ്ങളെ അങ്ങ് വിധിക്കുക. നിങ്ങളൊരു കാര്യം പറഞ്ഞു, അയ്യോ നമ്മളെന്താ സാധനം പറഞ്ഞത്, അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അതല്ല ഞാൻ പറഞ്ഞത്, എന്നെ വിധിക്കരുതേ, എന്നെ ഒന്ന് അങ്ങനെ എത്ര പേര് പറയും അല്ലേ? നമ്മൾ സാധാരണ പറയുന്നില്ലേ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിലല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ ആ പ്രമാണത്തിൽ നിങ്ങൾ നടക്കുവാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ. Then you are a mature son. No problem. അവര് ക്ഷമ ചോദിച്ചില്ല, അവര് നിലപ്പ് പ്രാപിച്ചില്ല, അവര് സ്തോത്രം ശരിയാക്കാൻ ശ്രമിച്ചില്ല. I can and I will. Hallelujah. അവര് ഗിഫ്റ്റ് തന്നില്ല, doesn't matter, ഞാൻ കൊടുക്കും. അവര് മാനിച്ചില്ല, ഞാൻ മാനിക്കും. അവര് മുഖം തിരിച്ചു, ഞാൻ മുഖം കൊടുക്കും. അവര് കൈ തന്നില്ല, ഞാൻ കൈ കൊടുക്കും. Wow, the golden rule. ആ കരം ഒന്ന് ഉയർത്തി. The golden rule. ആത്മീയ പക്വതയുടെ ലക്ഷണങ്ങളാണ്, മാർക്കുകളാണ് നാം പഠിക്കുന്നത്. ഹല്ലേലൂയ. അത് എളുപ്പമാണോ? അല്ല. അവിടെ നാം മരിക്കണം. കർത്താവിന്റെ വചനത്തെ അനുസരിക്കണമെങ്കിൽ, അതിൽ നടക്കണമെങ്കിൽ നമ്മുടെ സ്വയം എന്ത് ചെയ്യണം? മരിക്കണം. ഇറ്റ്സ് എ ചോയ്സ്. യാക്കോബിന്റെ ലേഖനം ജെയിംസ് ചാപ്റ്റർ 2:8 ബൈബിളിൽ പറയുന്നത് റോയൽ ലോ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ കൽപ്പന, രാജകീയ കൽപ്പന. മനുഷ്യരോടുള്ള ബന്ധത്തിൽ ആ പക്വതയിൽ നടക്കണമെങ്കിൽ എല്ലാവരും പെർഫെക്റ്റ് ആണോ? അല്ല. എല്ലാവരും തികഞ്ഞവരാണോ? അല്ല. അതുകൊണ്ട് തന്നെ വിഷയവും പ്രശ്നവും കലഹവും ഈ പ്രശ്നവും എല്ലാം സാധാരണമാണ്. കുറവുകളുണ്ട്, വഴക്കുകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, അപൂർണതകൾ ഉണ്ടാകും. പക്ഷെ അതെല്ലാം മനസ്സിലാക്കി സ്നേഹത്തിൽ അടക്കുവാൻ നാം തീരുമാനം എടുക്കുക. സാരയില്ല ബ്രദറെ, ഇറ്റ്സ് ഓക്കെ. അയ്യോ പാസ്റ്ററെ ഇങ്ങനെ സംസാരിച്ച് ഞാൻ ഉദ്ദേശിച്ചല്ല. സാരയില്ല, ഇറ്റ്സ് ഓക്കെ, വിട്ടു. Hallelujah. Be a person who quickly forgives. Right. Okay. അടുത്ത. എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. രാജകീയ ന്യായപ്രമാണം, the royal law. എന്താണ്? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ അങ്ങനെ സ്നേഹിക്കാൻ പാടാണോ? പാടാ. കുഞ്ഞുങ്ങൾക്ക് കഴിയുമോ? യൗവനക്കാർക്ക് കഴിയുമോ? ഇല്ല. എൻ്റെ സെൽഫ്, എൻ്റെ കൾച്ചർ, എൻ്റെ ചിന്താഗതി പലതും നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഇടണം. പക്ഷെ ഞാൻ കർത്താവിനെ കൽപ്പന അനുസരിക്കുവാൻ ആ തികവിലേക്ക് വരുമ്പോൾ ഇറ്റ് ഡസന്റ് മാറ്റർ. സ്തോത്രം. താഴ്ന്നെടുത്ത് താഴുവാൻ, കുനിൻ്റെ അടുത്ത് കുനിയുവാൻ, ക്ഷമചോദിക്കുന്നിടത്ത് ക്ഷമചോദിക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. അഞ്ചാമത്തെ പക്വതയുടെ ലക്ഷണങ്ങളാണ് നാം പഠിക്കുന്നത്. ഗോഡ്ലി റെസ്പോൺസ് ടു ഡിസിപ്ലിൻ ആൻഡ് കറക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ശിക്ഷണം അല്ലെങ്കിൽ ആ കറക്ഷൻ, നമ്മളെ തിരുത്തൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കുഞ്ഞുങ്ങളാണെങ്കിൽ എന്താ, ഈ കറക്ഷൻ വരുമ്പോൾ, ഡിസിപ്ലിൻ വരുമ്പോൾ അവർക്കത് ഇഷ്ടമല്ല. അവരതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിൽക്കുമോ? ആരെങ്കിലും തിരുത്താൻ നോക്കിയാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ടച്ച് മീ നോട്ട്, എന്നെ തൊട്ട് കളിക്കല്ലേ അല്ലേ? തൊട്ടാവാടികൾ പറയത്തില്ലേ? അവരൊന്ന് അടുത്ത ലെവലിലേക്ക് നമ്മളൊന്ന് വളർത്താൻ നോക്കുക. പക്ഷെ അങ്ങനെ തൊടാൻ നോക്കിയാൽ അവർ ഭയങ്കരമായി അപ്സെറ്റ് ആകും, ഭയങ്കരമായി ഹേർട്ടാകും, ഭയങ്കരമായി മുഖം ഉണ്ടാകും, ഭയങ്കരമായി വിഷമിച്ചിരിക്കും. പിന്നെ നമുക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴത്തേക്ക് എന്താ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നല്ല ഒരു പേരന്റിങ്ങിന്റെ ഭാഗമാണ് അവരുടെ ആ വില്ലുണ്ടല്ലോ, അവരുടെ സ്വയം, അതിനെ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അതിനെ ഓടിക്കും. ആ സ്റ്റബേൺ സെൽഫിൽ എന്ത് ചെയ്യും? നമ്മളതിനെ ഓടിക്കും. അവരുടെ മാതാപിതാക്കൾക്ക് ആ വാക്കിന് കീഴ്പ്പെടുവാൻ, ആ വാക്കിന് വിധേയപ്പെടുവാൻ അവരെ ഡിസിപ്ലിൻ്റെ പ്രക്രിയയിൽ, അത് ചിലപ്പം ശാസനം വേണം, അടി വേണം, നല്ല രീതിയിൽ അവരെ കറക്റ്റഡ് ആക്കണം. അങ്ങനെ വീട്ടിൽ അവർ നന്നായി വളർന്നാൽ നാളെ അവർ ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ മേലധികാരിയുടെ മേൽ അവർ കൈ ചൂണ്ടി അവർ സംസാരിക്കുകയില്ല, അവർ നിരാകരിക്കുകയില്ല. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-3 വരെ സുപരിതമായ ഭാഗമാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും പിതാവ് തോട്ടക്കാരനും. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ശിക്ഷണം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷണങ്ങളായിക്കോട്ടെ, ഡിസിപ്ലിൻ ആയിക്കോട്ടെ, അതോ നമ്മുടെ മേൽ, നമ്മുടെ ജീവിതത്തിന്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരികളായിക്കോട്ടെ, അത് ചെയ്യേണ്ട. ഒരു കാലത്തേക്ക് നീ അത് ചെയ്യേണ്ട. നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ശിശുക്കളാണെങ്കിൽ നമ്മൾ ഭയങ്കര വല്ലാതെ എന്താ, അവിടെ ഭയങ്കര കലഹം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, സഭകൾ ചിതറിപ്പോവാൻ കാരണം. ദേവദാസന്മാർക്ക് ശരിക്കും ഉറച്ചൊരു തീരുമാനം എടുക്കുവാൻ കഴിയാത്തതിന്റെ കാരണം ജനം പിണങ്ങിയാലോ? തിരുത്തൽ കൊണ്ടുവരുവാൻ ദേവദാസന്മാർക്ക് കഴിയാതെ പോകാൻ കാരണം മാതാവും പിതാവും ശരിക്കുള്ള രീതിയിൽ മക്കളെ ഡിസിപ്ലിൻ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? നീ അവരെ കാണാം വീട് വിട്ടു പോയാലോ, നീ അവരെ കാണാം ആത്മഹത്യ ചെയ്താലോ, ഭയമാ, പേടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ചെറിയ പ്രായത്തിലാകുമ്പോൾ തന്നെ അവരെ ദൈവത്തിന്റെ വഴികൾ പഠിപ്പിക്കുവാൻ, അനുസരണം, കീഴ്പ്പെടൽ, തിരുത്തൽ നമ്മളെ പക്വതയിലേക്ക് നയിക്കും. ആ കരമുയർത്തി നമ്മളെ വേദനിപ്പിക്കാൻ, മുറിക്കുവാനൊന്നും അല്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം, യെസ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറഞ്ഞ് കറക്ഷൻ ആൻഡ് ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര അനിവാര്യമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ആത്മീയ പക്വതയിലേക്ക് വളരുവാൻ കഴിയുകയുള്ളൂ. അവൻ എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കും? കർത്താവേ, ദാവീദ് നന്നായി പഠിച്ചു. അതുകൊണ്ട് 141-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ മനോഹരമായ താൻ എത്രയും വലിയ ഉയർച്ചയിലേക്ക് രാജാവായി താൻ വാഴുവാൻ കാരണം താൻ ദൈവത്തിന്റെ ഈ സീക്രറ്റ് താൻ പഠിച്ചു.
പിടിച്ചെടുത്തു. യെസ്, നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ. നീതിമാൻ എന്നെ അടിക്കുന്നത്, let the righteous smite me, it shall be kindness. അവൻ എന്നെ ശാസിക്കുന്നത് എന്റെ തലയ്ക്ക് എണ്ണ. അവൻ എന്നെ ശാസിക്കുന്നത് എന്റെ തലയ്ക്ക് എണ്ണ. എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. Let the righteous smite me, it shall be kindness, and let him reprove me, it shall be excellent oil. ദാവീദ് മനസ്സിലാക്കി, എന്റെ ജീവിതത്തിൽ നീതിമാന്മാർ, ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നവർ എന്നെ ശാസിക്കുമ്പോൾ, ശിക്ഷിക്കുമ്പോൾ, എന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ, ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്? തലയ്ക്ക് എണ്ണ. ഹല്ലേലൂയ. എന്ന് പറയാം, ആ കൈയൊക്കെ വെച്ച് ആത്മീയ പക്വത പ്രാപിച്ചവരുടെ ശിക്ഷണത്തെയും തിരുത്തലിനെയും ഒക്കെ അങ്ങനെയാണ് എടുക്കുന്നത്. എക്സലന്റ് ഓയിൽ, എക്സലന്റ് ഓയിൽ. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയാണ് നമുക്ക് വളരുവാൻ കഴിയുന്നത്. സന്ദേശവാക്യം 27 അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ല. Open rebuke is better than secret love. മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന. മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലത്. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ, സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം, വിശ്വസ്തതയുടെ ഫലം. ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം. അപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന, വാസ്തവമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? നമ്മൾ സാധാരണ എങ്ങനെയല്ലേ, നമ്മൾ ഈ തിരുത്താൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേടാണ് അല്ലേ? പോകുന്ന പോലെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഒരു പണക്കമില്ല, അങ്ങനെ അങ്ങ് പോവാം. പക്ഷെ തിരുത്താൻ പോയി കഴിഞ്ഞാൽ വിഷയമാ, പ്രശ്നമാ, അവിടെ പൊട്ടിത്തെറി ഉണ്ടാകും, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും, വിഷയങ്ങളും പ്രശ്നങ്ങളും. പക്ഷെ ഒരു സ്നേഹിതന്റെ പ്രത്യേകത എന്താ? അല്പം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താലും, അല്പം പ്രശ്നം ഉണ്ടായാലും, വിഷയം ഉണ്ടായാലും, പൊട്ടിത്തെറി ഉണ്ടായാലും സാധ്യമില്ല, അവന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ അത് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് നമ്മുടെ മക്കളെ ഗുണദോഷിക്കുവാൻ കഴിയുന്നത്. അവർ തെറ്റിപ്പോകരുത്, അവര് വഞ്ചിക്കപ്പെടരുത്, അവർ നശിച്ചു പോകരുത്, അവരുടെ ഭാവി അടഞ്ഞു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയ പക്വതയുടെ ലക്ഷണമാണ് നാം ശിക്ഷണങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന അങ്ങനെയുള്ള കറക്ഷൻസിനെ നാം അതിനെ സ്വീകരിക്കണം. 6ാമത്തെ ലക്ഷണം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ, അതിന്റെ മധ്യത്തിൽ കരുത്തോട് നിൽക്കുന്നത് ആത്മീയ പക്വതയുടെ ഒരു ലക്ഷണമാണ്. 6ാമത്തെ എന്താണ്? They stand strong in the midst of trials, tests and temptations. ആത്മീയ പക്വതയുള്ള ഒരു വ്യക്തിയാണോ എന്ന് എങ്ങനെ അറിയുന്നത്? എല്ലാം നന്നായി പോകുമ്പോൾ ഭയങ്കര ശരി കളി, പക്ഷേ സാഹചര്യങ്ങൾ കഠിനമാകുമ്പോൾ, പ്രതീക്ഷിക്കാത്തുള്ള സാഹചര്യങ്ങളും വിഷയങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, സ്റ്റോംസ് അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശ്വാസത്യാഗം സംഭവിക്കും, ഡിപ്രഷൻ വരും, ഇല്ല, വിഷമിച്ച് പോകും, പിന്നെ നമുക്ക് കൂട്ടായ്മയ്ക്ക് വരാതാകും, പിന്നെ നമ്മളങ്ങ് ഒതുങ്ങിപ്പോകും. ആത്മീയ ശൈശവത്തിന്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. പക്ഷെ സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ ഒരു മാർക്കാണ്, ഒരു അടയാളമാണ് വിഷയങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ പതറിപ്പോകാതെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-4 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ്. ശോധനകൾ, പ്രശ്നങ്ങൾ, അതെല്ലാം എന്താ? നിങ്ങളിൽ ഒരു കരുത്തുണ്ടാക്കുകയാണ്. വിശ്വാസത്തിന്റെ ശോധന നിങ്ങളിൽ സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ്. സ്ഥിരത ഉളവാക്കുകയാണ്. വിശ്വാസത്തിന്റെ ശോധന എന്താണ്? സ്ഥിരത ഉളവാക്കുകയാണ്. അശേഷം സന്തോഷം എന്നെണ്ണുവീൻ. അശേഷം സന്തോഷം എന്നെണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. But let patience have a perfect work, that he may be perfect and entire, wanting nothing. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശോധനകളും വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങൾ പതറിപ്പോകരുത്. നിങ്ങൾ ദൈവത്തിന്റെ വഴികൾ അറിയുന്നു, അതിന്റെ മധ്യത്തിലൂടെ എന്താ വരുന്നത്? സ്ഥിരത, എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ സ്ഥിരത ഉളവാകും. അവിടെ പെർഫെക്ഷൻ ഉളവാകും. നിങ്ങൾ ഏറ്റവും കൂടെ പെർഫെക്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ആക്കി പുറത്തെടുക്കുന്ന ഒരു ദൈവപ്രവൃത്തിയായി ഓബ്സ്റ്റക്കിൾസ്, ലൈഫിൽ വരുന്ന ട്രാജഡികളെ, ഓബ്സ്റ്റക്കിൾസിനെ, വിഷയങ്ങളെ എല്ലാം കാണാൻ ഉള്ള ഒരു തിരിച്ചറിവും പക്വത. ആ കരമൊക്കെ ഒന്ന് ഉയർത്തി. സാധാരണ ശൈശവരാണെങ്കിൽ, ശിശുക്കളാണെങ്കിൽ എന്താ പ്രശ്നമാണ് പ്രശ്നം, ദൈവം കൈവിട്ടു അല്ല. പ്രതിസന്ധികളുടെ മധ്യത്തിൽ പതരാതെ ഒരു കഴുകനെ പോലെ പ്രതിസന്ധികളിൽ ഉയരത്തിൽ പറക്കുവാൻ, നിങ്ങളെ ഉയരത്തിൽ പറക്കുന്ന ഒരു വിചിത്ര പക്ഷിയാക്കി മാറ്റുകയാണ്. വിഷയങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ലിഫ്റ്റായി അടുത്ത സീസണിലേക്ക് പ്രവേശിക്കർത്താവ്. 7ാമത്തെ, alive above strife, envy, bitterness and offense. ആത്മീയ പക്വതയുടെ ഒരു ഹോൾമാർക്കാണ് ഈ പിണക്കം, ഈ envy, അസൂയ, കയ്പ്, ഇടർച്ച, അല്ലേ? നമ്മൾ സാധാരണ നമ്മുടെ ജീവിതങ്ങളിൽ കാണുന്ന സ്വാഭാവികമായ സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ? കലഹം, വഴക്ക്, പിണക്കം, അസൂയ. ആത്മീയ പക്വതയുടെ ലക്ഷണമാണ് യു ലീവ് എ ലൈഫ്. നമുക്ക് വീണ്ടും ആ കഴുകനെ പോലെ ഈ ദിവസങ്ങളിൽ ഒരു ആത്മീയ പക്വതയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി എന്താ? യു ആർ എ പേഴ്സൺ above strife, above envy, above bitterness and offense. Hallelujah. കലഹം ഉണ്ടാക്കുന്ന വ്യക്തിയല്ല നിങ്ങൾ. വിഷയങ്ങൾ ഉണ്ടാക്കുന്ന, പിണങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഹൃദയത്തിൽ യു are quick to repent.
മാനസാന്തരപ്പെടുവാൻ പെട്ടെന്ന് മാനസാന്തരപ്പെടുന്നു, പെട്ടെന്ന് താഴുന്നു, പെട്ടെന്ന് forgive ചെയ്യുന്നു, പെട്ടെന്ന് അതിനെ വിട്ടുകളയുന്നു. You are non judgmental, you are non critical, you are non divisive. ചിലർ വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ചില പാസ്റ്റർമാർ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ഉണ്ടാകും. എന്നെ കാണാൻ എന്താ എല്ലാം നല്ലതായിട്ടാ പോയത്, പക്ഷെ അവരെ കൊണ്ട് നടക്കുന്ന എന്തോ ഒരു റലം. ചില വ്യക്തികൾ, വ്യക്തി ജീവിതങ്ങൾ, ചിലർ വന്നു കഴിഞ്ഞാൽ എന്താ ആൾക്കാരെ അങ്ങ് വിധിക്കും, എഴുതി തള്ളും. ഞാൻ പറയത്തില്ലേ, അവരെ അങ്ങ് കീറി മുറിച്ച്. We must cultivate a redemptive heart. Hallelujah. വ്യഭിചാരത്തിൽ പിടിച്ച ആ പാപിനിയായ സ്ത്രീ എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലാൻ റെഡിയായി. ന്യായപ്രമാണം പറഞ്ഞ് കല്ലെറിഞ്ഞ് അങ്ങോട്ട് എല്ലാവരും നിൽക്കുക. യേശുവിന്റെ ഒരു വാക്ക് മതി ആ നിയമം പാസ്സാക്കാൻ. ഒറ്റ ഒപ്പിടാൻ ആരാ ഏറ്റവും പ്രഗത്ഭനായത്? വിശ്വാസം. ഹല്ലേലൂയ. പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുന്ന ഒരു രക്ഷണീയ ഹൃദയം. It's called a redemptive heart. It's a non-judgmental, non-critical heart. നമ്മുടെ ഗുണീകരണവും ശിക്ഷണവും എല്ലാം അവരെ നേർപാതയിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ, അവരെ ദൈവത്തിന്റെ ആ ഡെസ്റ്റിനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഹൃദയം. It's a life about strife. എബ്രഹാമും ലോത്തും അവർ തമ്മിൽ വിഷയമായി. അവർ തമ്മിലല്ല, അവരുടെ ആൾക്കാർ തമ്മിൽ വിഷയമായപ്പോൾ എബ്രഹാം ലോത്തിനെ വിളിച്ചു, എടാ നമ്മുടെ ഇടയ്ക്ക്, നമ്മുടെ ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ വിഷയമാണ്, അതിനെങ്ങനെയൊക്കെ പരിഹരിക്കാനായിട്ട് അവര് ശ്രമങ്ങൾ നടത്തി കാണത്തില്ലേ? എബ്രഹാം ലോത്തും ഭയങ്കര കൂട്ടല്ലായിരുന്നു, സ്നേഹമല്ലായിരുന്നു അവർക്ക്. വിഷയം അവരുടെ ആൾക്കാർ തമ്മില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് നീ അങ്ങ് എടുത്ത് നീ അങ്ങ് മാറ്. എബ്രഹാം വിശ്വാസികളുടെ പിതാവ്. എബ്രഹാമിനെ വേണമെങ്കിൽ എല്ലാം കൂടെ അങ്ങ് വെട്ടിപ്പിടിക്കായിരുന്നു. എബ്രഹാം ചെയ്തില്ല. ലോത്ത് നീ എടുക്കടാ, നിനക്ക് ആവശ്യമുള്ളത് നീ എടുക്കുക, അത് കഴിഞ്ഞ് ഞാൻ എടുത്തോളാം. You see the redemptive heart. എട്ടാമത്തെ ആത്മീയ പക്വതയുടെ ലക്ഷണങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്, നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 8 the ability to bridle their tongues, emotions, senses and appetites. ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് തൻ്റെ നാവിനെ കടിഞ്ഞാണിടുവാൻ കഴിയുന്നത്, തൻ്റെ വികാരങ്ങളെ കടിഞ്ഞാണിടുവാൻ കഴിയുന്നത്, തൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന ആഗ്രഹങ്ങളെ, അപ്പറ്റൈറ്റുകളെ കടിഞ്ഞാണിട്ട് പിടിക്കുവാൻ പരിശുദ്ധാത്മാവ്. ഒരു 3 ദിവസം ഉപവാസം, ആഹാരം വീക്ക്നെസ് ആണെങ്കിൽ ഉപവസിക്കാൻ കഴിയുമോ? ഇല്ല. സിനിമ കാണണം, അല്ലെങ്കിൽ കളിക്കണം, ചിലതെല്ലാം നല്ലതാണ്. പക്ഷെ ദൈവം നമ്മളെ ഒരു ദൗത്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ആത്മീയ പക്വതയുടെ ഒരു കാര്യമാണ് നമ്മുടെ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും നമ്മുടെ നാവിനെയൊക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ട് കടിഞ്ഞാണിട്ട് അങ്ങോട്ട് പിടിക്കുകയാണ് നമ്മൾ. ഹല്ലേലൂയ. സദൃശവാക്യം 16-ാം അധ്യായം 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. He that is slow to anger is better than the mighty, and he that ruleth his spirit than he that taketh the city. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും. പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ് ദീർഘക്ഷമയുള്ളവൻ. യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ യുദ്ധവീരനെ കുറിച്ചും പട്ടണം പിടിക്കുന്നതല്ലേ സംസാരിക്കുന്നത്. പക്ഷെ ആ തലത്തിലേക്കൊക്കെ നമുക്ക് എത്തിപ്പറ്റണമെങ്കിൽ ദീർഘമാനസൻ അല്ലെങ്കിൽ ദീർഘക്ഷമയുള്ളവൻ, യുദ്ധവീരനിലും ജിതമാനസൻ, പട്ടണം പിടിക്കുന്നതിലും ശ്രേഷ്ഠൻ. അപ്പോൾ he who is slow to anger is better than the mighty warrior, and he that ruleth his spirit than he that taketh over a city. Hallelujah. ഞങ്ങളുടെ വികാരങ്ങളെ, ഞങ്ങളുടെ ജിത്തേന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന ശാരീരികമായിട്ടുള്ള വൈകാരികപരമായിട്ടുള്ള അഭിലാഷങ്ങളെയൊക്കെ ഒന്ന് പിടിച്ചെടുക്കുവാൻ, കോപത്തെ പിടിച്ചെടുക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ്. അധികം ശിക്ഷാവിധി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് ശിക്ഷാവിധി ഇല്ല. ആ ശിക്ഷാവിധി നിത്യശിക്ഷാവിധിയെ കുറിച്ചാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ശുശ്രൂഷമാരുള്ള ബന്ധത്തിലാണ്. Brethren, be not many masters, knowing that we receive the greater condemnation. ആ വാക്യം വായിക്കാം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ്. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. അനേകർ ഉപദേഷ്ടാക്കൻ, മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ അവൻ ശക്തനായി സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു. He is a perfect man, he is able to bridle the whole body. For in many things we offend all. If a man does not offend not in word, the same is a perfect man and is able to bridle the whole body. നമ്മുടെ വാക്കുകൾ ശക്തിയെ കുറിച്ച്, പവറിനെ കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. The power of the word. മരണവും ജീവനും നമ്മുടെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് നാവിനെ കടിഞ്ഞാണിട്ട് അരുതാത്തത് സംസാരിക്കാതിരിക്കുവാൻ, അവിശ്വാസം സംസാരിക്കാതിരിക്കുവാൻ, ദൈവവചനത്തിന് വിരോധമായത് സംസാരിക്കാതിരിക്കുവാൻ, ദുഷ്ടത സംസാരിക്കാതിരിക്കാൻ, ദുർവർത്തമാനം സംസാരിക്കാതിരിക്കാൻ ഒരു വ്യക്തി തന്നെ നാവിനെ കടിഞ്ഞാണിട്ട് പിടിച്ചാൽ ആത്മീയ പക്വതയുടെ ലക്ഷണം. ആത്മീയ ശിശുക്കൾ എന്താ? വായി വരുന്നത് പറയും, മനസ്സിൽ തോന്നുന്നത് പറയും, ഭയം പറയും, അവിശ്വാസം പറയും, വാവച്ച് ചീത്ത പറയും, തെറി പറയും. എത്ര പേർക്കൊന്ന് വളരണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് കീഴ്പ്പെടുത്താം, നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. കർത്താവേ സ്തോത്രം. ഈ വർഷത്തിന്റെ അവസാനത്തെ മാസം ഞങ്ങളെ അങ്ങ് കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങളെ വീണ്ടും ആലയത്തിലേക്ക് അങ്ങ് കൂട്ടി
ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചതിനായി സ്തോത്രം കർത്താവേ. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളിൽ എന്നാണ് ചെയ്തെടുക്കുന്നതെന്ന് ഞങ്ങളെ വീണ്ടും ബോധ്യപ്പെടുത്തിയതിനായി സ്തോത്രം. വ്യക്തിപരമായി, കുടുംബങ്ങളായി, ദൈവസഭയായി ഈ അന്ത്യനാളുകളിൽ ദൈവത്തിന്റെ പദ്ധതികളെ ഭൂമിയിൽ നിവർത്തിച്ചെടുക്കുവാൻ അങ്ങ് വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് ഒരു കൂട്ടമായി അങ്ങ് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി, ആത്മീയ തികവിലേക്കും പക്വതയിലേക്കും ഞങ്ങളെ കൊണ്ടുവരുന്നതിനായി, അതെ, ഈ നാളുകളിൽ ദൈവത്തിന്റെ പക്വത പ്രാപിച്ച പുത്രന്മാരും പുത്രിമാരും വെളിപ്പെടുവാൻ, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്ന ദൈവത്തിന് മക്കളെന്ന് വിളിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്ന ഒരു തലമുറയായി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, we make this our desire, our ambition to please him in all things. എല്ലാത്തിലും ദൈവമേ അങ്ങേ പ്രസാദിപ്പിക്കുവാൻ മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന അപ്പോസ്തലന്റെ വാക്കുകൾ നമുക്ക് പറയാം. കർത്താവേ, ഈ നാളുകളിൽ ഒരു ദൈവസഭയായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവരായി, അങ്ങയ്ക്ക് പ്രസാദമുള്ള ഒരു ജീവിതം ജീവിച്ച് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ശേഷമുള്ള ജീവിതം ജീവിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. അപ്പാ, ഞങ്ങളോട് സംസാരിച്ചതിനായി, ഞങ്ങളോട് ഇടപെട്ടതിനായി, ഞങ്ങളുടെ കുറവുകളെ കാണിച്ചതിനായി, കർത്താവ്, ഞങ്ങൾ എവിടെയാ കുറവുള്ളതെന്ന് ഞങ്ങളെ കാണിച്ചതിനായി, അങ്ങയുടെ ഹൃദയം എന്താണ് ഞങ്ങളെക്കുറിച്ച് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനായി, അങ്ങേ പോലെ, യേശുവിനെ പോലെ, നമുക്കെന്ന് പറയാം, യേശുവിനെ പോലെ ഈ വർഷം അവസാനിച്ച ഒരു പുതിയ വർഷത്തിലേക്ക് നാം കയറുന്ന ഈ ട്രാൻസിഷൻ മാസത്തിൽ to be like Christ, to become more and more like Christ, ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ 8 അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതം ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ, ഞങ്ങളുടെ ഈ ജീവിത ആത്മീയ യാത്രയിൽ in the spiritual journey, where are we God, ഞങ്ങളെ തരുന്നു വിലയിരുത്തുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അവസ്ഥകളെ വാസ്തവമായി നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം ഒന്ന് വായിക്കാം. ലൗദോക്യ സഭയോട് കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ 7-ാമത്തെയും അവസാനത്തെയും സഭയായിരിക്കുന്ന ലൗദോക്യ സഭയോട് യേശു പറയുകയാണ്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം, ഈ യുഗം, ഈ ചർച്ച എന്ന് പറയുന്ന ഈ യുഗം, വേദപണ്ഡിതന്മാർ പറയുന്ന ലൗദോക്യയുടെ ഒരു യുഗമാണ്. This is the Laodicean age of the church. പക്ഷെ അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ ഹൃദയത്തെ പിടിക്കുന്നവരായി, ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ വചനത്തിനുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കാം. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, ലൗദോക്യ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. യേശു അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല നീ ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അവസാനത്തെ സഭയായ ലൗദോക്യ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് യേശു പറയുകയാണ്, നിങ്ങളുടെ അവസ്ഥ അത് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, ഏൽപ്പിക്കുവാൻ, വീണ്ടും ആ ശുദ്ധീകരണത്തിലേക്ക് വന്ന് വീണ്ടും എനിക്ക് പ്രസാദമുള്ളവരായി തീരുവാൻ ഒരു വലിയ ആഹ്വാനമാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങളിൽ എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ആകയാൽ നീ ജാഗ്രതയുള്ളവനായി മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഇന്ന് പകൽക്കാലം നമ്മളോട് കർത്താവ് ഇടപെട്ടതിനായി, നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ, വീണ്ടും നമ്മളെ തന്നെ ആത്മീയ പക്വതയുടെ ആ യാത്രയിൽ ആദ്യം ഗൗരവത്തോടെ നമ്മളെന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആഴമായ പ്രവർത്തികൾക്ക് വേണ്ടി കർത്താവേ, ഞങ്ങളുടെ ഹൃദയമാകുന്ന നിലങ്ങളെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവേ അങ്ങന്ന് ഉഴുത് മറിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം വളരെ ടെൻഡറായിരിക്കുന്ന, അങ്ങയുടെ ശബ്ദത്തിനും അങ്ങയുടെ പ്രവൃത്തികൾക്കും വളരെ പെട്ടെന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ല നിലം പോലെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അപ്പ അങ്ങയുടെ വചനത്തിനും വാങ്ങി ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു.
അനുസരണമുള്ള ദൈവത്തിൻ്റെ മക്കളായി അങ്ങയുടെ വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ മാറേണ്ടടുത്തെല്ലാം മാറുവാൻ, ക്രമീകരിക്കേണ്ടടുത്തെല്ലാം ക്രമീകരിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ സഹായം സ്വീകരിക്കും. ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോട് ഇടപെട്ടതിനായി, സംസാരിച്ചതിനായി, ഞങ്ങൾ ആഴമായ പ്രവൃത്തി ചെയ്തെടുത്തതിനായി. അതെ, പക്വത പ്രാപിച്ച മക്കളുടെ ഒരു തലമുറ എഴുന്നേൽക്കുവാൻ, a new breed of people, a new company of saints, of sons and daughters, of the mature sons and daughters in this generation. നന്ദി അപ്പ, ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.